ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ പ്ലേ സോണിൽ പോയേക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലളിതകലാ അക്കാദമിയിൽ പോയിട്ട് പ്ലേ സോണിൽ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നാട്ടോ ഉടനെ. അപ്പം നമ്മൾ പ്ലേ സോണിൽ പോയി നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ആയിട്ടൊന്ന് കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സെലക്സ് മാളിലത്തെ പ്ലേ സോൺ എന്ന് പറയുന്ന പ്ലേ ഏരിയ. ഞങ്ങൾ എവിടെ കയറണം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ മമ്മിയും പപ്പയോടും ചാലഞ്ച് വയ്ക്കാൻ പറയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈ ഒരു പഞ്ച് പോലത്തെ സംഭവം എടുത്ത് ഒരൊറ്റടി അടിക്കണം. അതാണ് സംഭവം. ആൻ്റപ്പനെ ബൈക്കിൽ കയറണമെന്ന് പറഞ്ഞ് അവൻ ബൈക്കിൽ കയറാണ്. ആഴം വലിയൊരു ബൈക്കായിരുന്നു കാണിച്ചത്. അത് പറ്റില്ല, അത് വലിയവർക്കുള്ളതാണ്. അപ്പം പകരം ഈ ഒരെണ്ണമാണ്. അപ്പം അവൻ ഈ ഒരെണ്ണത്തിൽ കയറിയിരിക്കാട്ടോ. അവനെ ഓടിക്കാട്ടോ. റെഡ് കളർ ബൈക്കിൽ അവൻ കയറിയിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഇതിൽ നിന്ന് അവർ ചൂസ് ചെയ്തോളാൻ പറയും. എന്നിട്ട് പപ്പ അവനെ സഹായിച്ചു കൊടുക്കാട്ടോ. നിങ്ങൾ വിചാരിക്കട്ട ഇപ്പോഴത്തെ പോലെ ഉഷാറൊന്നുമില്ലല്ലോ. ഇപ്പം എനിക്ക് ചെറിയൊരു ചുമയുണ്ട്, അത് തന്നെ കേട്ടോ. ആൻ്റപ്പൻ അവിടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഷോർട്ട് ഫിലിം കാണാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടി കയറിയിരിക്കുകയാണ്. പ്രേതത്തിൻ്റെ അതിനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം അതൊന്നും ഞാൻ എടുത്തില്ല. റോളർ കോസ്റ്റർ ഞാൻ എടുത്തു. മാജിക് സിറ്റി എന്ന് പറയുന്ന റോളർ കോസ്റ്റർ ആട്ടോ ഞാൻ എടുത്തത്. സീറ്റ് ബെൽറ്റ് ഇടാണ്. അതേ, നമ്മുടെ ഷോർട്ട് ഫിലിം സ്റ്റാർട്ടായിട്ടോ. എൻ്റെ എക്സ്പ്രഷനൊക്കെ നല്ല അടിപൊളി എക്സ്പ്രഷനൊക്കെ ആയിരുന്നു. ജമ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ റോളർ കോസ്റ്ററിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരൊറ്റ ജമ്പാണ്. അപ്പം അവിടെ നിന്ന് പൊങ്ങിപ്പോകുമ്പം ഈ ഒരു സാധനം ഇളകിയിട്ട് പൊന്തിപ്പോകും. ഇതാണ് നമ്മുടെ സംഭവം. ഇങ്ങനെ പോകട്ടോ. ഞാനിവിടെ ഇരിക്കേണ്ട, ഞാൻ തിരിയൊക്കെ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ വെള്ളത്തിൻ്റെ മുകളിൽ എത്തിയപ്പോൾ ഇത്തിരി പേടി തോന്നി. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും നോക്കിയില്ല. ഈ ഒരു ഇളകണ സമയത്തൊക്കെ നമ്മുടെ പുഴയുടെ വെള്ളത്തിൻ്റെ ഭാഗം അടുപ്പിച്ച് വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഒരു വലിയൊരു കാറ്റൊക്കെ ഇറപ്പണൊക്കെ ഒരൊറ്റ വീഴ്ച അങ്ങോട്ട്. അതൊക്കെ എൻ്റെ കണ്ടു കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി സ്വീറ്റ് പൊട്ടറ്റോ വഴി. ഞാൻ ഇറങ്ങി. ഇനി മമ്മി കയറി കേട്ടോ. മമ്മി കയറിയ വീഡിയോസ് കാണാം. കണ്ടില്ലേ, മമ്മി റോളർ കോസ്റ്ററിന് പകരം യന്ത്രോജാലിനെ പറ്റിയുള്ളൊരു ഷോർട്ട് ഫിലിമാണ് കണ്ടത്. കണ്ടില്ലേ, ഇതാണ് കണ്ടത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. മമ്മി ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഇരിക്കുകയാണ്. ഞാനിത് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇങ്ങനെ മേലേക്ക് ഇതുപോലെ പോകട്ടോ. അങ്ങനെയുള്ളൊരു യന്ത്രജ്ഞാലാണ്. ഇങ്ങനെ താഴേക്ക് വന്ന് മേലേക്ക് പോകുമ്പോൾ അമ്മ ഓളിട്ടു കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞ് ഓളിട്ടു കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഒഴിച്ചൊന്നുമില്ല. ഇത് എന്താന്ന് വെച്ചാല് യന്ത്രജ്ഞാലല്ല. അപ്പോൾ താഴേന്ന് മേളിലേക്ക് അറ്റത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത്തിരി പേടിയൊക്കെ തോന്നും. ഞാൻ അതല്ല എടുത്തേട്ടോ. ഞാൻ വേറൊരു സംഭവമാണ് എടുത്തത്. ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും പറ്റില്ല. പിന്നെ മമ്മി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആൻ്റപ്പൻ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മമ്മി ഇറങ്ങി വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഇത് കുറച്ച് ടൈമേ ഉള്ളൂ കേട്ടോ. ഇത്
ഒരു മിനിറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ടായിരിക്കും ഈ ഒരു ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ടാവുക കേട്ടോ. എൻ്റെ ഇത്തിരി കൂടുതലുണ്ട്. അപ്പം അതെ, മറഞ്ഞും തലഞ്ഞും ഒക്കെ ഈ യന്ത്രൂഞ്ഞാൽ പോകുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇത് പൊട്ടി വീഴും. കണ്ട, ഇങ്ങനെ ഒരൊറ്റ കറക്കം. ഇതുപോലെ കറക്കിയിട്ട് അവരവിടെ സ്ലോ ആക്കും. അങ്ങനെ ഇത് കഴിയും കേട്ടോ. പിന്നെ ഞങ്ങൾ കാർ ഓടിക്കാൻ വേണ്ടി പോയി. നമ്മൾ സിൽവർ സ്ട്രോമിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ കാർ ഓടിക്കാൻ വേണ്ടി പോയിട്ടോ. 2 പേർക്ക് ഇരിക്കാം. അപ്പം ഞാൻ ഓടിക്കണ ആക്സിലേറ്ററും ഒക്കെ പിടിക്കണ ആള്, ഇവൻ ഈ സ്റ്റീറിങ് തിരിക്കണ ആളപ്പം എനിക്ക് ചവിട്ടാൻ പറ്റില്ല. ഞാൻ മുറുക്കി പിടിക്കാം കേട്ടോ. ഒരു ബട്ടൺ ഉണ്ട്, അവിടെ ആക്കിയിട്ട് ആയാൽ മാത്രമേ ആവുള്ളൂ. ഞാൻ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സാധനം അടിച്ചു നോക്കാന്ന് വിചാരിച്ചു. അടിച്ചിട്ടോ, എനിക്കൊന്നും ഒന്നും വന്നില്ല. അത് കഴിഞ്ഞ് നമ്മള് ഈ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ പോയി ബോൾസ്, അതുപോലെ കുറേ ആക്റ്റീവ് പ്ലാനറ്റ് പറഞ്ഞ പാർക്ക് പോലെ ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ വന്നിട്ട് കേട്ടോ. അപ്പം ഇവിടൊക്കെ കുറേ നേരം കളിക്കാം. അവിടെ കൂടെ പോയ വേറൊരു ഐറ്റമുണ്ട്, ഊഞ്ഞാലുണ്ട്, അവിടെ ജമ്പിങ് ബോർഡ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മമ്മിയോടും കയറാനും പറഞ്ഞു കേട്ടോ. മമ്മി ഇവിടെ കൂടെ കയറി. ആൻ്റപ്പൻ അവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അവിടെ പോയി ചാടി കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് ഈ ഊഞ്ഞാൽ അമ്മയോട് ആട്ടിത്തരാൻ പറഞ്ഞപ്പോൾ അമ്മ ഊഞ്ഞാൽ ആട്ടിത്തന്നു. പിന്നെ ഞാനിത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഒരു വഴി കൂടിയാണ് പോവുക. കണ്ടില്ലേ, ഇങ്ങനെ പോവും. അവിടെ വീഴാണ്ട് ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ. ഒറ്റയടക്കോടെ വന്ന് നമ്മൾ ഇങ്ങനെ വിട്ടുക്കണം. പിന്നെ ഇവിടെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടന്നാട്ടോ വന്ന്, ഇരുന്ന് വരണതിന് പകരം നടന്നുമൊക്കെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഇവിടെ കളിച്ചു കേട്ടോ. പിന്നെ ഒരു കഥ പറഞ്ഞാല, ഞാൻ വീട്ടിലേക്ക് വന്ന്, ഇതാണ് എൻ്റെ ബൈക്ക് കിട്ടും. ആ കോഴിയും അതൊക്കെയാണ് എൻ്റെ ബൈക്ക്. അപ്പം അതിലൊക്കെ ഞാൻ വന്ന് പാർക്കിൽ പോയി. ഇതാണ് എൻ്റെ പാർക്ക് കേട്ടോ. അങ്ങനെ ചെറിയൊരു കളിയൊക്കെ കളിച്ച്. ഇത് മറ്റേ സംഭവമാണ്, ഓർമ്മയില്ല, ആ ഒരു സംഭവമാണ് ഇത് കേട്ടോ. ആൻ്റപ്പൻ്റെ വണ്ടി ഓടിച്ച് വരുന്നുണ്ട്, കണ്ടില്ല. ഞാനവിടെ പോൾസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബോളെറിഞ്ഞ് കളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറേ നേരം ബോളൊക്കെ എറിഞ്ഞ് കളിച്ചു. ഞങ്ങളുടെ കളിയാണ്.
ബോൾ എടുക്കാൻ ഫസ്റ്റ് ആര് ബോൾ എടുക്കുന്നുള്ള ശ്രമത്തിലാട്ടോ. പിന്നെ എൻ്റെ പൊക്കെ ഇങ്ങനെ കിടന്ന് ഉല്ലസിക്കാണ്. പിന്നെ ഞാൻ ആ സൈഡിൽ പോയിന്ന് ചാടിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ വെൽക്കം ടു അവർ ഹോം അല്ലെങ്കിൽ കിച്ചൺ കേട്ടോ. ആ ഒരു പ്ലേസാണ്, ഹോമിൻ്റെ പോലെ ഒരു പ്ലേസ് ആട്ടോ ഇത്. ഇവിടുന്ന് സൈഡിലേക്ക് പോയ മറ്റേ ചാടി കളിക്കുന്ന സംഭവമാണ്. ഞങ്ങളിവിടെ ചാടി കളിക്കാൻ തുടങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ ബോൾ വെച്ചിട്ട് ഇത്തിരി കളിയൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പപ്പ ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. 80 രൂപ എടുത്ത് ഈ ഒരു സംഭവം ചെയ്യണതില്ലേ, ആ ഒരു ഗെയിം. ഞാൻ അപ്പുറത്ത് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു, 280 രൂപ പോയിട്ടോ. അപ്പോൾ പിന്നെ കളിച്ചില്ല, കളിച്ചുകൊണ്ടിരിക്കട്ടോ പപ്പ. അപ്പം അതേക്ക് എടുത്തതിൻ്റെ നേരെ ആക്കിയാൽ മാത്രം അത് കിട്ടും കേട്ടോ. തെറ്റിപ്പോയി, പറ്റില്ല. ഫസ്റ്റ് 80 രൂപ പോയി. അങ്ങനെ അതൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ എൻ്റെ അപ്പൻ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അവന് അതിൽ കുറച്ച് നേരം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടോ. പിന്നെ അവൻ ഉഷാറായി ഓടിപ്പോയി. ഞങ്ങളും സെലക്സ് മാളിൽ നിന്ന് പോകാൻ പോവാട്ടോ. ആ മിഠായിൻ്റെ അവിടേക്ക് നോക്കിയിരിക്കാട്ടോ. പിന്നത്തെ വീഡിയോ ഇത്രയല്ല, അടുത്തതിൽ കാണാൻ. ബൈ.